ഹായ് ഹലോ വെൽക്കം ടു ബ്ലാക്കീസ് വ്ളോഗ്. ഇന്ന് ബ്ലാക്കീസ് വ്ളോഗ് ചെയ്യാൻ ഞാൻ മാത്രമുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അല്ല. എൻ്റെ മോളിപ്പോൾ വരും. ഞങ്ങൾ മഞ്ജു ഇപ്പോൾ ഒരു ചെറിയൊരു ഡബ്ബിങ്ങിന് അയക്കണതാണ്. മഞ്ജു വന്നു കഴിഞ്ഞിട്ട് ഞാനും മഞ്ജു കൂടി നേരെ ട്രിവാൻഡ്രത്തേക്ക് ഡ്രൈവ് ചെയ്യും. അവിടെ ഞങ്ങൾ സന്ധ്യ ചെയ്യുമ്പോൾ എത്തും. രാത്രി ഞങ്ങളൊരു സർപ്രൈസ് വിസിറ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തി ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകാൻ പോണത്. അത് നമുക്ക് കാണാം കേട്ടോ വ്ളോഗിൽ. അതിനു മുമ്പ് ഞാൻ ഉടുത്തൊക്കെ ഒരുങ്ങി നിൽക്കുന്നതാണ് പോകാൻ വേണ്ടി. അപ്പോൾ മഞ്ജു വന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് നിങ്ങളുടെ അടുത്ത്. വേറൊന്നുമല്ല, മാമ എർത്തിൻ്റെ പ്രോഡക്റ്റാണ്. മാമ എർത്തിൻ്റെ ടീ ട്രീ ഷാംപൂ. അതായത് ഇതിനകത്ത് 3 ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ടീ ട്രീ ഓയിൽ ഉണ്ട്, ജിഞ്ചർ ഓയിൽ ഉണ്ട്, പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇ അതുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി എംബഡഡ് ആണ് ഈ ഷാംപൂവിൽ. ടീ ട്രീ ഓയിലിന്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആന്റി ഫംഗൽ ആൻഡ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ഡാൻഡ്രഫിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണ ഒരു സംഭവം ഇതിനകത്തുണ്ട്, ടീ ട്രീ ഓയിൽ. ഡ്രൈനെസ് ഇല്ലാതെ ഈ നമ്മുടെ സ്കാൽപ്പ് നറിഷ് ചെയ്ത് കൊണ്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഷാംപൂ ആണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ജിഞ്ചർ ഓയിൽ. നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ഇച്ചിനെസ് ഇല്ലേ, ചൊറിച്ചിൽ, ഇച്ചിനെസ് ഇല്ലാതാക്കും. thereby promoting ആ ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം ഉണ്ടാകും. ഇച്ച്നെസ് പോയി കഴിയുമ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. ആ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ മുടി വളരണത് നമ്മുടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതാണ് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ മുടി വളരുമെന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അപ്പം ഈ ജിഞ്ചർ ഓയിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ മുടി നീണ്ട് വളരും. ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിനകത്തുണ്ട്, നമ്മുടെ വൈറ്റമിൻ ഇ. നമ്മുടെ വൈറ്റമിൻ ഇയിൽ കുറേ ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ആ ഫ്രീ റാഡിക്കൽസ് നമ്മളുടെ മുടി സ്പ്ലിറ്റൻസ് ഒക്കെ വരില്ലേ, അത് ഫ്രീ റാഡിക്കൽസിൻ്റെ കുറവാണ്. ഈ ഫ്രീ റാഡിക്കൽസ് നമ്മളുടെ സ്കാൽപ്പിൽ ബൂസ്റ്റ് ചെയ്തിട്ട് ഹെയർ ഫോളിക്കൽസിനെ ഹെൽത്തി ആയിട്ട് വെക്കും. അങ്ങനെ നമ്മുടെ മുടി എന്താ പറയുക, ആ ഇതിൽ നിന്ന് ഡാമേജിൽ നിന്ന് റിപ്പയർ ആകും. അപ്പോൾ ഈ ഷാമ്പൂവിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് റെഡ്യൂസ് ചെയ്യും, നമ്മുടെ സ്കാൽപ്പിലുള്ള ഡ്രൈനെസ് റെഡ്യൂസ് ചെയ്യും. thereby ഡാൻഡ്രഫ് ഉണ്ടാവില്ല. പിന്നെ ഓയിൽ കൺട്രോൾ ചെയ്യും. എൻ്റെ സ്കാൽപ്പിലൊക്കെ മിക്കപ്പോഴും 2 ദിവസം തല കഴുകാതെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3-ാമത്തെ ദിവസം ഭയങ്കര സ്റ്റിക്കി ഫീൽ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. സ്കാൽപ്പ് നല്ല നറിഷ് ചെയ്തിരിക്കും. പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം ഞാൻ കണ്ടേക്കുന്നത്, കെമിക്കൽസ് ഇല്ല. മിക്ക ഷാമ്പിലും ഉണ്ടാകുന്ന കെമിക്കൽസ് സിലിക്കൺ ആൻഡ് പാരാബെൻസ് ആണ്. ഇത് രണ്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പക്ക സേഫ്ലി യൂസ് ചെയ്യാം. എല്ലാ മുടി ടൈപ്പും, അതായത് ഓയിലി ആണെങ്കിലും എന്താ നോർമൽ സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിലും ഡ്രൈ സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഷാമ്പൂ ആണ്. നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ കണ്ടീഷണറും കൂടി യൂസ് ചെയ്യണം മസ്റ്റായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു സംഭവം ഉണ്ടാവില്ല. പ്രൊട്ടക്ഷൻ പോലെ യൂസ് ചെയ്യുന്ന സാധനമാണ് മാമ എർത്തിൻ്റെ കണ്ടീഷണറും. മാമ എർത്തിൻ്റെ വേറൊരു സാധനം കൂടിയുണ്ട്, ഓയിൽ. ഹെയർ ഓയിൽ ഉണ്ട്. ഈ ഹെയർ ഓയിലും ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഈ ഹെയർ ഓയിലും കൊടുത്തേക്കുന്നത് ടീ ട്രീ ഓയിൽ, ജിഞ്ചർ ഓയിൽ ആൻഡ് വൈറ്റമിൻ ഇ. ഈ 3 ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം. എൻ്റെ മുടിയൊക്കെ പോയി ആകെ ഡാമേജായി, ഞാൻ ആകെ ഡിപ്രഷനിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവരുടെ ഒരു ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ടേക്കുന്നത് എന്താണെന്നറിയോ, ഇവരുടെ ഒരു പുതിയൊരു വെഞ്ചറാണ്. അതിൻ്റെ പേര് പ്ലാന്റ് ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ്. എന്ന് വെച്ചാൽ ഇവർ ഒരു പ്രോഡക്റ്റ്, ഇപ്പം ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു. ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവരൊരു ചെടി നടും. അങ്ങനെ 2025 ആകുമ്പോഴത്തേക്കും അവർ 1 മില്യൺ ചെടിയോളം അവർ നട്ടിട്ടുണ്ടാകും. ലിങ്ക് ദി ഓർഡർ ടു ദ ട്രീ എന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മൾ ലിങ്കിൽ കയറി ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, അവരപ്പോൾ ട്രീ നടുന്നു. അത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും നമ്മുടെ ബ്ലാക്കീസ് വഴി. അതായത് ബ്ലാക്കീസ് 2022 എന്നുള്ള കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ആ കോഡെല്ലാം ആ കോഡ് വഴി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് അവർ തരും. അപ്പോൾ ബ്ലാക്കീസ് വഴി എല്ലാവരും പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. അതല്ലാതെ iOS ഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും ഇവർക്ക് ആക്സസ് ഉണ്ട്. അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ വഴി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പുതിയ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അവർ തരുന്ന കുറേ ഇതില്ലേ, എന്താണ് ഡിസ്കൗണ്ട്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഞ്ജു വരും. ഞങ്ങളപ്പോൾ ഇനി നമുക്ക് വ്ളോഗിൽ കാണാവേ. ഹായ് ഹലോ വെൽക്കം ടു ബ്ലാക്കീസ് വ്ളോഗ്. ഇന്നേ നമ്മളിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് യാത്ര ചെയ്ത് വന്നേക്കാണ്.
ഇന്നത്തെ യാത്ര അല്പം റിവഞ്ച് ഉണ്ട്, എൻ്റെ മനസ്സിൽ റിവഞ്ച് ഉണ്ട്. എൻ്റെ ഉണ്ട് എനിക്ക് കുറച്ചേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഉണ്ട്, നിനക്ക് കുറച്ച് മതി, എനിക്ക് ഇച്ചിരി നല്ലതായിട്ട് വേണം. കാരണം ഞങ്ങളെ പറ്റിച്ച് കടന്നു കളഞ്ഞ 2 വ്യക്തികളെ കൈയോടെ പിടികൂടാൻ വേണ്ടി വന്നേക്കാണ്. കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഞങ്ങളിവിടെ എത്തിയേക്കുന്ന കാര്യം അവർ അറിഞ്ഞിട്ടില്ല. സർപ്രൈസായിട്ട് കയറി ചെല്ലാനാണ് പരിപാടി. ഞങ്ങൾക്ക് വീട് കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവുമായിരിക്കും, ചാൻസ് ഇല്ല, കുറച്ച് നാളായില്ലേ. ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു വസ്തു തട്ടിപ്പറിച്ച ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അതിന്റെ എന്തെങ്കിലും അവശിഷ്ടം ഉണ്ടാകുന്ന കൂടി നമുക്ക് ചോദിച്ചു നോക്കാം. പട്ടി ഊരിയിടുന്നുണ്ട്. നീ പറഞ്ഞില്ലായിരുന്നു ഞെട്ടണമെന്ന്. എന്റെ അമ്മയെ നാട്ടിച്ച് എല്ലാ ബിൽഡപ്പും നശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ വസ്തു കയ്യേറിയ 2 വ്യക്തികളെ കാണാൻ വേണ്ടി. വരും. എന്താ തിന്നാനുള്ളത്? ഭയങ്കര വിശപ്പ്. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി തിന്നാൻ. തിന്നണം എന്ന് ഈ വീട്ടിൽ എനിക്കും ആഗ്രഹം. അതെന്താണെന്നറിയാം, ഇതാണ് ഞങ്ങളുടെ അടുക്കള. പക്ഷെ ഭാര്യ എന്ന് പറയുന്ന ആൾക്കാർ വല്ലപ്പോഴും അതിനകത്ത് കയറിയാലേ നമുക്ക് എന്തെങ്കിലും കിട്ടും. അവാർഡ് മേടിച്ച ആളാണ്. അതാണ് എനിക്കറിയുന്നത്. നീ ശരിക്കും ആർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് അത്? അങ്ങനെ ഒരാൾക്ക് കൈക്കൂലി കൊടുത്താൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല അതിന് പിന്നെ നമ്മൾ തമ്മിൽ ഒരു ഡീല് നടന്നല്ലോ. നീ ഒന്ന് പെർഫോമൻസ് ആക്കാവുന്നത്. 10 പോയതാണ്. 10 വർഷം കഴിഞ്ഞില്ല, ഇനി രഹസ്യം കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഫ്ലാറ്റ് ഇപ്പോഴും ഉണ്ടല്ലോ. നീ അതിലെ കണ്ണ് ഇതുവരെ ഞാനും ജീവയും കൂടി അന്ന് തയ്ച്ചു വെച്ച കർട്ടൻ ജീവ തയ്ച്ചു വെച്ച കർട്ടൻ സാർ അണ്ടർ. അപ്പൊ ഞങ്ങള് ഇവരെ കാണിച്ചു തരാൻ വേണ്ടിട്ട് എന്റെ പൊന്നെ മോളെ യൂട്യൂബ് തുറക്കാൻ വയ്യ. ഞങ്ങളുടെ കമന്റ് സെക്ഷൻ കൊറേ പേര് ചോദിക്കാറുണ്ട്, സാമ ബീച്ചിനെയും കൊണ്ടുവാ, സാമ ബീച്ചിനെയും കൊണ്ടുവാ. അതേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. നമുക്ക് ഇരുന്നാലോ? നമുക്കിരിക്കാം. കണ്ടിട്ടുണ്ടോ? ഇതിന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടത് 2012 നമ്മുടെ ഷോ കഴിഞ്ഞു. ഇതിന്റെ കഥയല്ല, കുറെ കഥകൾ എനിക്കറിയാം. ഇൻട്രസ്റ്റിംഗ് കഥയാണ്. 2012 അപ്പൊ നമ്മുടെ യുദ്ധം കഴിഞ്ഞിട്ട് നമുക്ക് ഈ സദ്ദാമിനും മറ്റേ ബുഷിനും ഒക്കെ ഉണ്ടാകുന്ന പോലുള്ളൊരു അല്ലല്ല മടുപ്പ്. യുദ്ധം കഴിഞ്ഞു, യുദ്ധമൊന്നുമില്ല. നമ്മളെന്ത് വിചാരിച്ചു, ഇങ്ങനെയൊക്കെ ശരിയാവില്ലല്ലോ, ഒരു നേരപ്പൊക്കെ വേണ്ടേ. അങ്ങനെ നേരപ്പൊക്കിനുള്ളിൽ 2012 തൊട്ട് നമ്മൾ കഠിനമായി അങ്ങനെ 2014 ആയപ്പം അദ്ദേഹം പക്ഷെ അധ്വാനത്തിന്റെ റൈറ്റ് അടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 ഇദ്ദേഹം യുകെക്ക് പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ ഉടനെ എന്നെ രാവിലെ വിളിച്ചു വന്നു, ചാച്ചാ ഞാൻ കഴിക്കുന്നതിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, വയറൊക്കെ വലുതായിട്ട് വരുന്നു, ഞാൻ രാവിലെ ഓടാൻ പോകണം. അങ്ങനെ 2-3 റൗണ്ട് ഓട്ടമായിരുന്നു. ഭയങ്കര ബോഡി കോൺഷ്യസ് ആണ്. ഇവർക്ക് അവിടെ ഇവിടെ ഇച്ചിരി ഞാൻ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ. എത്ര റൗണ്ട് ഓടുവായിരുന്നറിയോ? ഓരോ ഓട്ടത്തിനും അവിടെ അതില് നമ്മളുടെ ഒരു നെല്ലമാരിയുടെ ഒരു കഥയുണ്ട്. അവിടെ നമ്മളുടെ ഷോ കണ്ടിട്ട് ഒരു നേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു വൈറ്റ് ഹസ്ബൻഡ്
അപ്പൊ അവര് വന്ന് കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്ത് അങ്ങനെയാണ്. അതിനകത്ത് വേറെ ഒരു ട്വിസ്റ്റ്, ഇത് മൊത്തത്തിൽ ട്വിസ്റ്റാണ്. അവസാനം പുള്ളിക്കാരി പറഞ്ഞു തന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്ത് ഞാൻ പുള്ളിക്കാരി വിളിച്ച് പറഞ്ഞു പോസിറ്റീവ് ആണെന്ന്. അന്ന് വൈകിട്ട് പുള്ളിക്കാരി എന്നെ വിളിക്കുന്നു, വിജി ഞാൻ വെറുതെ ടെസ്റ്റ് ചെയ്ത് ഞാൻ ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിവിടെ സാധാരണ ഒരു കൊച്ചു ഇംഗ്ലീഷ് പറയുന്ന പോലെ ആണോ കൊച്ചു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് സമനെ പോലെ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ കൊച്ചു ഇച്ചിരി എവിടെ ഇനിയിപ്പൊ കലകിട്ട് കാര്യമൊന്നും അടുക്കള വഴികൾക്ക് പോവാറുണ്ട്. ഇല്ല, നമ്മൾ തെള്ളിയിടണം. തള്ളിയിട്ട് ഞാൻ അടുപ്പിന്റെ അടുത്ത് എത്തുവാണെങ്കിൽ ഞാൻ എന്തേലും വെക്കും. ഇല്ല, ആ ഫോസിൽ എത്തിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വെക്കും. പാത്രം എടുത്ത് അങ്ങോട്ട് ചെയ്തില്ലേ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് അന്ന് പൊരിച്ചില്ലേ കഷത്തി വെച്ചോണ്ട് പോയത്. മെഷീനുണ്ട്. എടി ഞാൻ ബിരിയാണി ഉണ്ടാക്കത്തില്ലേ, ഉണ്ടാക്കൂല്ലേ? സത്യം പറഞ്ഞാ മതി, ഞാൻ നോക്കുന്നില്ല. ഗാലറി എന്റെ ഫോട്ടോ ബിരിയാണിയുടെ ഫോട്ടോ എടുക്കണേ. നിന്റെ കൂടെ ഒരു കാര്യം ഉണ്ടാക്കാൻ തുടങ്ങി ഭയങ്കര ഫാസ്റ്റ് ആണ്. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ബിരിയാണി ഇഷ്ടം പോലെ ഞാൻ ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്ത് എന്റെ വയറ് കിട്ടിക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ പുള്ളി പറഞ്ഞു അവള് പഴയ ഓർമ്മയില്ല, അവള് നമ്മുടെ കൂടെ വന്ന് കഴിക്കും എന്നിട്ട് ഛർദ്ദിച്ച് കളയും. 2 സ്പൂൺ ചോറ് കൂടുതൽ തിന്ന വായിൽ കൈയിട്ട് അഭിപ്രായം എന്നെ ആൾക്കാർ കാണുന്ന ഒരുപാട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? 10 ഭയങ്കര ക്യാമറ ഷൈയാണ് ഞങ്ങൾ. ഭയങ്കര ഒളിച്ചു വെച്ച് ക്യാമറ വെച്ചോണ്ട് നിങ്ങൾ ഞെട്ടാൻ പറഞ്ഞപ്പോ എന്റെ എക്സ്പ്രഷൻ കണ്ടില്ല. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതുപോലെ ക്യാമറയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് അത് എല്ലാവരും ചോദിക്കും. ഒരുവിധപ്പെട്ട കപ്പിളിന് ആരെയും വന്നിട്ടില്ല. അതെ, ഞങ്ങളിപ്പോ ഏട്ടനെയും ധന്യനെയും കൊണ്ടുവന്നു, ബിച്ചിനെയും സാമിനെയും കൊണ്ടുവന്നു. ഇനി അധികം ആരെയും ചോദിക്കരുത്, വരാന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. പിന്നെ ഷിബിനെ ചോദിക്കരുത്. എനിക്ക് മഞ്ജുന് വരാനാണ്, ക്യാമറ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ ദൈവത്തോർത്ത് ഷിനുവിനെ ഷബീറിനെ ചോദിക്കരുത്. അവര് രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കണേന് എന്തൊരു റൂം എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും കൂടി ഡിവോഴ്സ് ആയിരുന്നു. അപ്പൊ രണ്ടുപേരും പുതിയ വീടൊക്കെ വെച്ച് തന്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വേറെ 2 പേരും കൂടി ഉണ്ട്. അങ്ങനെ മൊത്തം 3 കുളന്തികളായിട്ട് ഭയങ്കര സന്തോഷമാണ്. അന്നൊക്കെ ഓർമ്മയുണ്ട് നമ്മുടെ റൂമില് ഫ്ലോറിൽ കിടന്ന് അടി മാർക്ക് കുറയ്ക്കുന്നു, 8 മാർക്ക് ഇടുന്നു, 7 മാർക്ക് ഇടുന്നു. രാത്രി റൂമിൽ വന്ന് എല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് വന്ന് ഒറ്റക്കിൽ നടക്കുന്നത്. എന്നും സാമിയുടെ കഥയിൽ ചെന്ന് മുട്ടും ഇവരൊരു ഒറ്റക്കാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മള് ഫലൂഡ കഴിക്കാൻ ഇവിടെ തിരിച്ചു വരുന്ന വഴിക്കാണ് ജീവിക്ക് ഇതൊക്കെ പറയാമോ ഉണ്ടോ? എനിക്ക്
പെട്രോൾ ബങ്ക് തപ്പി നടന്ന് പിന്നെ ഷാപ്പിൽ വെച്ചല്ലേ ചെമ്മിനൊക്കെ റോസ്റ്റ് നിങ്ങൾക്ക് തീരെ അറിയാത്തൊരു വഴിമൊരു സാധനം ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് അടുക്കള ഒന്ന് കാണിച്ചു തരാം അത് നമ്മൾ പിടിച്ചോണ്ട് പോകണം. നിന്നോട് ചോദിച്ചു നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അറിയാൻ പറ്റുന്ന ഒരാളാണ്. മോളെ വഴി കാണിച്ചു ഇനി ലെഫ്റ്റ് വഴി വിജിയുടെ ഫ്രിഡ്ജ് ഓ മൈ ഗോഡ് ഫിഷ് ഫ്രൈ നിറച്ച് മുള്ള മറ്റേ ചെറിയ മുള്ളുള്ള സാധനം ഞാനല്ല. നിനക്കത് എങ്ങനെയാണ് ചോദിക്കാൻ കഴിയും ഞാനാണോ എന്ന്? പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ സാധനം എനിക്ക് മനസ്സിലായില്ല അച്ചാർ നമ്മുടെ വലിയ നാരങ്ങ അച്ചാർ. ഇതും നീയല്ല അത് ഞാനല്ല. അറിവല്ല. വെറുതെ അല്ല ഭാര്യ ഫസ്റ്റ് മേടിച്ച കപ്പിന്റെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന സാധനം എന്തുവാടി? അതെ, മീനകത്തിട്ട് കുടംപുളി ഭയങ്കര ടേസ്റ്റ് അല്ലേ പിന്നെ എടുത്ത് കഴിക്കാൻ. മീൻ കറിക്കാൻ കൊടംപുളി കഴിച്ചിട്ട് നമുക്ക് ക്ഷീണിക്കും. സൂപ്പർ മീനച്ചാറ്. ഇതും വിജയല്ല ഞാനാണെങ്കിൽ അതിനകത്ത് വില എഴുതി ഒട്ടിക്കുമോ? വിജി ഉണ്ടാക്കിയ ചിപ്സ് ഉണ്ടോ? ഞാൻ ഉണ്ടാക്കി ചിക്കൻ നോക്കിയേ. നിങ്ങൾ ഭർത്താക്കന്മാരുടെ മാനസിക വിഭ്രാന്തി എന്തായിരുന്നു ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് മാർക്ക് ഇടുമല്ലോ മറ്റേ 4 കസേര വരുമ്പോ ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാൽ മാർക്ക് ഇടുന്നത്. കൗണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റേജ് നിൽക്കുന്നവരുടെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജി അടിക്കുന്ന ഒരു കൗണ്ടർ തിരിച്ച് കൗണ്ടർ അടിക്കാൻ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ബാക്കി മച്ചുവേർഡായിട്ടുള്ള ജഡ്ജി വന്നപ്പോൾ ഒരു ബിഹേവിയർ അങ്ങ് ചേഞ്ച് ആയി. അപ്പൊ അവരുടെ മുന്നിൽ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരുന്നു. നമ്മൾ അളന്ന് തൂക്കി സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു ഫൺ ഫാക്ടർ പോയി. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന മാർക്കിനെക്കാട്ടിലും നിങ്ങളുടെ ഒരു കമന്റ് വരുന്ന ഉടനെ അതിനെ എതിരൊന്ന് അടിച്ച് പോറ്റിയുടെ ഓർമ്മയുണ്ടോ? പോറ്റി മറ്റൂറുള്ള ഒരു കോമ്പിനേഷൻ ആണ്. കൗണ്ടർ ആണ് നമ്മൾ ആക്കിയത് ആ സ്റ്റേജിൽ. അപ്പൊ നമുക്ക് ധൈര്യം കിട്ടും. പിന്നെ എന്താന്ന് വെച്ചാല് എന്ത് കൗണ്ടർ പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിരുന്നില്ല. അത് നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ വഴക്കുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. 16 പേരും എനിക്ക് തോന്നുന്നു അതേ മൂഡിലായിരുന്നു. ആ സ്റ്റേജിൽ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതല്ല എത്ര പേര് റൂമിലെത്തുന്നു. ബോബിയുടെ ബ്ലോഗ് ഇറങ്ങിയതിനു ശേഷം അതിന് 3-4 പേര് വിളിച്ചു പറഞ്ഞായിരുന്നു മഞ്ജു ചേച്ചിയും പ്രവീണും കൂടി എപ്പോഴും വഴക്കുണ്ടാവുന്ന ചോദിച്ചായിരുന്നു. ഒരു വഴക്കൊന്നുമില്ല. ഞാൻ ആ വഴക്കില്ലെങ്കിലായിരുന്നു ആ പ്രശ്നം ഇല്ലേ? നമുക്കൊരു വിഷയം നഷ്ടപ്പെടും. അന്ന് രാത്രി പ്രവീണിന്റെ കടമത്തിൽ എനിക്കും എന്നെ അല്ല, അതായിരുന്നു ആ ഷോയുടെ വിജയം. നമ്മൾ കാണിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ഓപ്പൺ ആയിട്ട് കാണിച്ചല്ലായിരുന്നു. എന്നോട് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവരൊന്നും പിന്നീട് സിനിമയിലോട്ടും സീരിയലിലേക്കും വന്നില്ല, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും തന്നെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടാവും. ആർക്കും അതിനോട് ഒന്നല്ലാത്തേക്ക് ഇൻട്രസ്റ്റ് ശരിയായിരുന്നു കുറെയൊക്കെ. പിന്നെ അതുകൊണ്ട് ജീവിക്കാനുള്ള ആവശ്യം ആർക്കും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിനെക്കാട്ടിലും നമുക്ക് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അതിൻ്റെ അകത്ത് ഒത്തിരി മെച്ചങ്ങളുണ്ടായിരുന്നു. ശരിക്കും എന്റെ ജോലിയിൽ അതിനെ ഒരിക്കലും ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കണം, നമ്മൾ ഒത്തിരി പേരോട് അവിടെ ഇടപെടും. കോൺഫിഡൻസ് കിട്ടി. പിന്നെ സംസാരിക്കേണ്ട നമുക്കവിടെ ഒരു സെക്കൻഡിന്റെ ഒരു മൈക്രോ സെക്കൻഡ് പറയുമ്പോൾ നമ്മൾ തലയിൽ ആലോചിച്ചിട്ട് അവിടെ ഒരു ആൻസർ പറയണം. അപ്പൊ അത് ജോലിയിൽ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഓരോ പോസിറ്റീവ് ഉണ്ട്. അപ്പൊ എല്ലാവരും സിനിമയിലും സീരിയലും വരിക എന്നുള്ളതല്ല, പക്ഷെ നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നതാണെന്നുള്ള ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആദ്യം എന്റെ ഈ എപ്പിസോഡൊന്നും കാണുന്ന ഇഷ്ടമല്ല. ഞാൻ ഈ നമ്മുടെ കൊറോണ സമയത്ത് ഇരുന്നിട്ട് അത് വീണ്ടും കണ്ടാൽ
ഒരിക്കലും ആ സമയത്ത് ശരിയായിട്ട് ഒക്കെ ആയിരുന്നു പൊട്ടത്തരങ്ങൾ. നമ്മുടെ 50ാമത്തെ എപ്പിസോഡിലെ ചമ്മച്ചല്ലോ പിന്നെ നിങ്ങളുടെ മറ്റേ പാട്ട് സുന്ദരിയും അത് പോയില്ല. നല്ല രസമായിരുന്നു. വിജി, പിന്നെ നിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എന്റെ കുഴപ്പമൊന്നുമില്ലടി. കൊറോണയായിട്ട് ആകെ ബോറടിച്ച് 2 വർഷമായിട്ട് ഞങ്ങള് വീടിനകത്ത് തന്നെയല്ലേ. ഇവിടെ തന്നെ ഈ മുഖം തന്നെ കണ്ടോണ്ടിരിക്കുവല്ലേ? ഈ മുഖം തന്നെ കണ്ടോണ്ടിരിക്കുവല്ലേ. അല്ല ഞങ്ങള് അതാണ് 2 സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്. കാരണം കോളുകളുള്ള കാരണം സാം ഇവിടെയും കയറും, ഞാൻ മേളിൽ കയറിയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പോകുന്ന പോലെ അല്ലേ, ഞങ്ങൾ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വാട്സാപ്പ് കമ്മ്യൂണിക്കേഷനും ഇല്ല, വാട്സാപ്പ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പുറത്തൊക്കെ പോകില്ലേ? പുറത്ത് പോകും, കറങ്ങാൻ എല്ലാ ദിവസവും വൈകിട്ട് ഒരു ഡ്രൈവ് ഉണ്ട്. അതാ അത്യാവശ്യമാണ് നിങ്ങൾ. കാരണം രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്നിട്ടില്ല. രാത്രി പിന്നെ അഡ്വഞ്ചർ ട്രിപ്പ് ഉണ്ട്. ഞാൻ വിജയുടെ ഡ്രൈവ് ചെയ്യണം, ഞാൻ സൈഡിൽ അതിനേക്കാൾ വലിയ കോമഡി ഉണ്ടടി. രാവിലെ ഇവിടുന്ന് ഏതാണ്ട് പറഞ്ഞ് ഒരു ദിവസം വഴക്കിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവാ, എന്നെ ആരും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. പോയി തിരിച്ചു വന്ന് ബെല്ലടിച്ചു. എവിടെ കാർ? എവിടെ കാർ? ഓട്ടോ അല്ല ഓട്ടോ. ഞാൻ കാറിൽ പോയി ഓട്ടോയിൽ വന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങളുടെ കുഴപ്പം പോയ വഴി ഇടിച്ചു നേരോട്ട് വർക്ക്ഷോപ്പിൽ തിരിച്ചു ഓട്ടോ പിടിച്ചു തിരിച്ചു. അങ്ങനെ വലിയ ഒരു മതില് ഞാൻ കണ്ട്, ഒരു വളവെടുക്കാൻ പറഞ്ഞു. നിങ്ങളിപ്പോ ഈ വളഞ്ഞില്ലേ, ആ വളവ് ഞാൻ കണ്ടില്ല. ഞാൻ നേരെ ഇങ്ങോട്ട് ഇടിച്ചു. വണ്ടിക്ക് ചെന്നിട്ട് തിരിച്ചു വന്നാൽ എന്നെ ശരിയാക്കും. അതാണ് ഞാൻ ആ പോക്ക് തന്നെ നേരെ ഒരു പക്ഷേ സിനിമയിലൊക്കെ ചോദിക്കുന്നത് എവിടെ വണ്ടി, എവിടെ വണ്ടി. നമ്മളങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മാറും. എടി ബേസിക്കലി ഒന്നും മാറിയിട്ടില്ല. അന്ന് കാണിച്ച അത് തന്നെ ഇപ്പോഴും. അന്ന് നിങ്ങൾ വന്ന വീട്, അതുപോലെ തന്നെ അന്ന് നിങ്ങൾ കണ്ട ഭാര്യ, അന്ന് പിള്ളേര് മാത്രം വലുതായി, നമ്മള് വലുതാവുന്നില്ല. അതാണ് അറിയാത്ത. 10 വർഷം നിനക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? പ്രകടമായൊരു മാറ്റമുണ്ട്. ചേച്ചി 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 തന്നെ വിളിക്കുന്നുള്ളൂ. എന്നെ പലപ്പോഴും ഒരു സംഭവം ഉണ്ടായി. അഡിയൻസില് രാവിലെ നല്ല മൂഡിൽ വന്നിരിക്കുവാണ്. ഇത് കേട്ടോണം, നിങ്ങൾ കേൾക്കണം. ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ റെഡി ആവാന്നൊക്കെ വിചാരിച്ച് എന്റെ കണ്ണാടി നോക്കി ഞാൻ തന്നെ ആസ്വദിക്കാൻ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു ചേച്ചി വന്നു. ശരിക്കും ആ ചേച്ചിക്ക് ഒരു 45+ ഉണ്ട്. ഞാൻ കുറ്റം പറഞ്ഞല്ല കേട്ടോ. വന്ന വഴി ഒരു കാര്യമില്ല ചേച്ചി. ഹായ് മഞ്ജു ചേച്ചി, ഗുഡ് മോർണിംഗ്. തിരിച്ച് റെസ്പെക്ട് ചെയ്ത് അതുപോലെ അത് ഉൾക്കൊള്ളണമല്ലോ. അപ്പൊ ഞാൻ ആ ചേച്ചിയുടെ വീട് എവിടെ? പിന്നെ ആ ചേച്ചിക്ക് കുറച്ച് നേരത്തേക്ക് കിളി പോയി. അത് കണ്ടപ്പോ എനിക്ക് നല്ല സുഖം തോന്നി. അപ്പൊ ഞാൻ സൗമ്യനോട് സൗമ്യ ഇതേപോലെ സമ്മടെ ആണോ ചേച്ചി 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 എന്താ ചേച്ചി? പിന്നെ 5-6 ചേച്ചി ഒരുമിച്ച് ആ ചേച്ചിക്ക് കിളി പോയവർക്ക് പിന്നെ മനസ്സിലായത് ആ ചേച്ചിക്ക് ആ ചേച്ചി ആദ്യമേ വന്ന് നിന്നെ ചേച്ചി രതീഷിനെയോ മേക്കപ്പ് ചെയ്യണ രതീഷിനെ ചേട്ടാ. അതായത് മേക്കപ്പ് മാൻ്റെ അടുത്ത് ക്യൂ ഉണ്ടാ. അതില് ഒരു മേക്കപ്പ് മാൻ്റെ അടുത്ത് ഞാനും വിജിയും മഞ്ജു കൂടി ചെല്ലും. എല്ലാരും ഭയങ്കര സുന്ദരിയാണ്. അതുങ്ങൾക്കൊന്നും ഒരു മേക്കപ്പും വേണ്ട. എന്നെ മഞ്ജുനെ അറിയാലെങ്കിൽ ഇവളാണെന്നുണ്ടെങ്കിൽ നിറച്ചു ഇവൾക്ക് കളറുണ്ടെന്ന് മാത്രമാണ്, നിറച്ചും കുഴിയായിരുന്നു. അപ്പൊ വന്നല്ല 8-18 അങ്ങനെ ഞങ്ങളെ 3 പേരും ചെയ്ത് കഴിയുമ്പോഴത്തേന് ഷോയ്ക്ക് കാണുന്ന സമയമാവും. ഞങ്ങളൊന്നും ചെയ്യാറില്ല. മറ്റേ നനഞ്ഞൊരു തുണി ഇങ്ങനെ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഇത് ഇവിടുത്തെ സ്റ്റാർട്ടർ തന്നത്. ഇനി മെയിനിലേക്ക് പോവാണ്, ഞങ്ങൾ മെയിൻ കോഴ്സിലേക്ക് പോവാണ്. ഞങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് ടാറ്റ ബൈ ബൈ പറയും. ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത്. അതെ, ഇത്ര വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ. ഇനിയിപ്പൊ എന്തെങ്കിലുമൊക്കെ ഇവരുടെ അറിയാൻ ഇനി ചോർത്താനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമന്റ് ബോക്സിൽ കച്ചിക്കോ. ഞങ്ങൾ നിങ്ങളൊക്കെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോ ചിലപ്പോ പറയും ഇനി സാം ചേട്ടനും വിജയിച്ചും വന്നാ മതി എന്ന് പറഞ്ഞ് സുഖിപ്പിക്കാൻ നോക്കിയപ്പോഴേ അതിന്റെ ഇടയിൽ കൂടി ബോള് വെറുതെ ഭാര്യ നിനക്ക് അനുഭവമുള്ളതല്ലേ. ചെറിയ ഒരു കൊടുത്തല്ലേ അവൾ തപ്പുകൊണ്ട് പോയി.
ഡാൻസ് കളിക്കാൻ അറിയാത്ത കുട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ അവളിങ്ങനെ കളിച്ചു. ഇവ എന്തോ ഒരു സ്റ്റെപ്പ് എനിക്ക് പഠിപ്പിച്ചു തന്നു. എടി, ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ഓർമ്മയുണ്ടോ? എന്തെല്ലാം ചെയ്യണം, എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. എല്ലാ ആവശ്യം അമ്മേ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് നമ്മുടെ മനസ്സിൽ കളങ്കമില്ല കളങ്കില്ല, നമുക്ക് എപ്പോഴും കളങ്കില്ല. ഇല്ലടി ഒട്ടുമില്ല. അങ്ങോട്ട് നോക്കൂ. അതെ കളങ്കമില്ല. കളങ്കമില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോൾ ഞങ്ങള് ഇവിടെ നിന്ന് പോയേക്കുമാണ്. നിങ്ങൾ ചോദിച്ച നിങ്ങളുടെ വിജിനെയും സാമിനെയും ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ചിലപ്പോ 1-2 കപ്പിൾസിനെ കൂടി ഞങ്ങൾ കാണിച്ചു തരും. അതിനപ്പുറത്തേക്കൊന്നും ആവശ്യപ്പെടരുത്. അതെ, നിങ്ങൾ ഇതുവരെ മറക്കാത്തവരാണ്. എന്താണ് നിങ്ങൾ എന്താ പറയുന്നതല്ലേ? സാം എന്തെങ്കിലും പറയും. മറക്കാതിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ 10-12 വർഷമായി ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ക്യാമറ ഉണ്ട് ഇപ്പം തന്നെ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. അപ്പൊ അത് കാരണമാണ് ഈ ക്യാമറയുടെ പിന്നിൽ വരാത്തത്. പക്ഷെ ഞങ്ങളൊക്കെ തമ്മിലുള്ള ഉള്ളൊരു ബന്ധങ്ങൾ അന്നത്തേനെക്കാട്ടിലും കൂടുതൽ ഊഷ്മളമായിട്ട് ഇപ്പോഴും പോകുന്നുണ്ട്. ഓരോരുത്തർ അവരവരുടെ ഫീൽഡിൽ നോക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാവരും കൂടെ നിങ്ങൾ ഒരുമിച്ച് ക്യാമറയിൽ വരണം എന്ന് വരുമ്പോ ഇതേപോലെയുള്ള ഓരോ ഇവന്റുകൾ ഇവര് സംഘടിപ്പിക്കും. വന്നതിന് വളരെ താങ്ക്സ്. എനിക്ക് കാഷ്വൽ ആയിട്ട് പറയാനേ അറിയത്തുള്ളൂ. ഇവര് ചോദിക്കുന്നോണ്ട് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ സ്വന്തമായിട്ട് ഇവിടെ വെച്ചിട്ട് സാം ഒരു വാഗ്ദാനം കൂടി തരണം. നമ്മുടെ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്യണം. നിങ്ങൾ ആണുങ്ങൾ ശ്രമിച്ചാലേ നടക്കും. ഞങ്ങൾ ആണുങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരാൻ പറ്റാത്ത എവിടെയെങ്കിലും ആയിരിക്കും. നമ്മളെ ചുരുളി സിനിമ പോലെ ആയിരിക്കും നമ്മളാ മറ്റേ പാലം അങ്ങോട്ട് കടന്നു കഴിഞ്ഞോണ്ടല്ലോ എന്റെ മോനെ. അതുപോലെ ആയിരിക്കും. നമുക്കത് പ്ലാൻ ചെയ്യാം. 10ാമത്തെ വർഷമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം ഭാര്യാഭർത്ത ബന്ധം മാത്രമല്ല, ഇതുപോലൊരു വലിയൊരു ഫാമിലിയുടെ ഏത് ബന്ധവും കൊണ്ടു നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പൊ നമ്മൾ എന്തായാലും അത് ചെയ്തിരിക്കണം. അപ്പോ ഞങ്ങള് പോയേക്കുവാണ്. അടുത്ത എപ്പിസോഡില് വേറൊരു കാഴ്ചകളായിട്ട് ബ്ലാക്കീസ് വരും. പറയാനുണ്ടല്ലോ. ഷെയർ കമന്റ് സബ്സ്ക്രൈബ്. ഞാൻ പറയട്ടെ. ഷെയർ കമന്റ് സബ്സ്ക്രൈബ്. Like the big button, subscribe, and make sure to share your comments, and I'll see you in the next video.